ഏഴാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ടുവേർഡ്സ് എ 100-fold ഈൽഡ് എന്ന് പറയുന്ന യൂണിറ്റിലെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി ആ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യനും ആൻസേഴ്സും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ലേറ്റസ്റ്റ് അസസ് ക്വസ്റ്റ്യൻസും പിന്നെ കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തി ഒരു വീഡിയോയും കൂടെ അപ്ലോഡ് ചെയ്യും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗ്രാഫ്റ്റിംഗ് വരെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഗ്രാഫ്റ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നോക്കാനുണ്ട്. നോക്കിക്കോളൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: എ ബഡ് ഈസ് ഗ്രോയിങ് ബെനീത്ത് ദ ഗ്രാഫ്റ്റഡ് ഏരിയ. നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത ഏരിയയുടെ താഴെ നിന്ന് ഒരു ബഡ്, ഒരു മുകുളം ഇങ്ങനെ പൊടിച്ചു വരികയാണ്, ഗ്രോ ചെയ്യുകയാണ്, വളർന്നു വരികയാണ്. വിൽ ദ ക്വാളിറ്റി ഓഫ് ദി പ്ലാന്റ് ബി അഫക്റ്റഡ്? ഇത് ആ പ്ലാന്റിൻ്റെ ക്വാളിറ്റിയെ അഫക്റ്റ് ചെയ്യുമോ? ഇഫ് ദ ബഡ് ഈസ് നോട്ട് റിമൂവ്ഡ്, ഈ ബഡ് നമ്മൾ റിമൂവ് ചെയ്യാറുണ്ട്, ഈ മുകുളത്തിനെ നമ്മൾ റിമൂവ് ചെയ്യാറുന്നാൽ അത് ആ പ്ലാന്റിൻ്റെ ക്വാളിറ്റിയെ അഫക്റ്റ് ചെയ്യുമോ? അതാണ് ക്വസ്റ്റ്യൻ. ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഈ ബഡ് ഗ്രോ ചെയ്ത് വരുന്നത്, വളർന്നു വരുന്നത് എവിടെ നിന്നാണ്? ഗ്രാഫ്റ്റ് ചെയ്ത ഏരിയയുടെ താഴെ ഭാഗത്തു നിന്നാണ്. ഓക്കെ, ആൻസർ ഇതാണ്. യെസ്, ഇത് ആ പ്ലാന്റിൻ്റെ ക്വാളിറ്റിയെ അഫക്റ്റ് ചെയ്യുമോ? യെസ്, അഫക്റ്റ് ചെയ്യും. ഓക്കെ. ദ ബഡ് ഈസ് ഗ്രോയിങ് ബെനീത്ത് ദ ഗ്രാഫ്റ്റഡ് ഏരിയ. ഈ ബഡ് വളരുന്നത് എവിടെ നിന്നാണ്? ബെനീത്ത് ദ ഗ്രാഫ്റ്റഡ് ഏരിയ, ഗ്രാഫ്റ്റ് ചെയ്ത ഏരിയയുടെ താഴെ നിന്നാണ്. ബെനീത്ത് വെച്ചാൽ താഴെ നിന്നാണ് വളർന്നു വരുന്നത്. മീൻസ്, അതായത് ദ ബഡ് ഈസ് ഗ്രോയിങ് ഫ്രം ദ റൂട്ട് സ്റ്റോക്ക്. അപ്പോൾ എന്താണ്? ബഡ് എവിടെ നിന്നാണ് വളർന്നു വരുന്നത്? ആ റൂട്ട് സ്റ്റോക്കിൽ നിന്നാണ്, സ്റ്റോക്കായിട്ട് നമ്മളെടുത്ത ആ പ്ലാന്റിൽ നിന്നാണ് ഇത് വളർന്നു വരുന്നത്. അപ്പോൾ നമുക്കറിയാം, ദ ഫ്രൂട്ട് ഫ്രം ദ റൂട്ട് സ്റ്റോക്ക് ഡു നോട്ട് ഹാവ് ദ ക്വാളിറ്റി ഓഫ് ഫ്രൂട്ട് ഫ്രം ദ സയൻ. നമ്മൾ സയനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫ്രൂട്ടിൻ്റെ ക്വാളിറ്റി ഏതിൽ നിന്ന് കിട്ടത്തില്ല? റൂട്ട് സ്റ്റോക്കിൽ നിന്നുള്ള പ്ലാന്റിൽ നിന്നുള്ള ഫ്രൂട്ടിന് കിട്ടത്തില്ല, അല്ലേ? അപ്പോൾ അതാ പറഞ്ഞിട്ടുള്ളത്, ദ ഫ്രൂട്ട് ഫ്രം ദ റൂട്ട് സ്റ്റോക്കിൽ നിന്നുള്ള ഫ്രൂട്ടിന് ഡു നോട്ട് ഹാവ്, ഉണ്ടാവില്ല. എന്തുണ്ടാവില്ല? ദ ക്വാളിറ്റി ഓഫ് ഫ്രൂട്ട് ഫ്രം ദ സയനിൽ നിന്ന് ലഭിക്കുന്ന ഫ്രൂട്ടിൻ്റെ ക്വാളിറ്റി ഉണ്ടാവില്ല. സോ ദ ബഡ് ഗ്രോയിങ് ബെനീത്ത് ദ ഗ്രാഫ്റ്റഡ് ഏരിയ. അതുകൊണ്ട് ഗ്രാഫ്റ്റഡ് ഏരിയയുടെ താഴെ നിന്ന് വളർന്നു വരുന്ന ബഡിനെ വിൽ ബി റിമൂവ്ഡ്, നമ്മൾ റിമൂവ് ചെയ്യണം. അതർവൈസ് ഇറ്റ് വിൽ അഫക്റ്റ് ദ പ്ലാന്റ്. ആ പ്ലാന്റിൻ്റെ ക്വാളിറ്റി അത് അഫക്റ്റ് ചെയ്യും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ: ഈസ് ദെയർ എനി advantage in making new mango variety by grafting the scion of a mature Moovanton mango tree with the root stock of another Moovanton mango tree? അതായത് ഒരു ചെറിയ മൂവാണ്ടൻ മാംഗോ ട്രീ ഉണ്ട്, ഒരു ചെടിച്ചട്ടിയിൽ വളർന്ന് നിൽക്കുകയാണ്. അതിൽ കൊണ്ടുവന്ന് നമ്മൾ മെച്ചുറായ മറ്റൊരു മൂവാണ്ടൻ മാംഗോ ട്രീയുടെ സ്റ്റെം കൊണ്ടുവന്ന് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ അതിലെന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, റൂട്ട് സ്റ്റോക്കായിട്ട് എടുത്തേക്കുന്നത് ഒരു മൂവാണ്ടൻ മാംഗോ ട്രീ ആണ്. അതൊരു തൈ ചെടിയാണ്, ചെറിയ ചെടിയാണ് നമ്മുടെ ചെടിച്ചട്ടിയിൽ വളർന്നിരിക്കുന്നത്. ഇനി സയനായിട്ട് എടുത്തിരിക്കുന്നത് മറ്റൊരു മൂവാണ്ടൻ മാംഗോ ട്രീ ആണ്. പക്ഷേ ആ സയനായിട്ട് എടുത്തിരിക്കുന്ന സ്റ്റെം എന്ന് പറയുന്നത് മെച്ചുറായിട്ടുള്ള ഒരു മൂവാണ്ടൻ മാംഗോ ട്രീയുടെ സ്റ്റെമ്മാണ്. ഓക്കെ. അപ്പോൾ അത് തമ്മിൽ ഗ്രാഫ്റ്റ് ചെയ്താൽ എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ എന്നതാണ് ചോദ്യം. ദ സ്റ്റെം യൂസ്ഡ് ആസ് സയൺ ഈസ് ടേക്കൺ ഫ്രം ദ മെച്ചുർ മൂവാണ്ടൻ മാംഗോ ട്രീ. നമ്മൾ സയനായിട്ട് എടുക്കുന്ന സ്റ്റെം എന്ന് പറയുന്നത് എവിടെ നിന്നാണ് എടുത്തേക്കുന്നത്? മെച്ചുറായിട്ടുള്ള ഒരു മൂവാണ്ടൻ മാംഗോ ട്രീയിൽ നിന്നാണ്. ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ ഇയർലി ഫ്രൂട്ടിങ്. ഇത് ഹെൽപ്പ് ചെയ്യുന്നു. എന്തിനാ? ഇയർലി ഫ്രൂട്ടിങ്, നേരത്തെ ഉള്ള നമുക്ക് കായ്ഫലം ലഭിക്കുന്നതിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. നേരത്തെ തന്നെ നമുക്ക് കായ്ഫലം ലഭിക്കുന്നതിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ഇയർലി ഫ്രൂട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ. എ സാപ്ലിംഗ് ഈസ് ടു ബി പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സെയിം വേ യൂസിങ് മൽഗോവ ആൻഡ് ഗോമാവ്. ഒരു സാപ്ലിംഗ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാണ്. ഏതൊക്കെയാണ് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ സാപ്ലിംഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? മൽഗോവയും ഗോമാവും. ഗോമാവ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഓഫ് മാംഗോ ട്രീയും പിന്നെ മൽഗോവ എന്ന് പറയുന്ന മറ്റൊരു വെറൈറ്റി ഓഫ് മാംഗോ ട്രീയും കൂടി യോജിപ്പിച്ചാണ് നമ്മൾ ഒരു തൈച്ചെടി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ: വിച്ച് ഈസ് ആൻ ഇൻഡിജിനസ് വെറൈറ്റി ഓഫ് മാംഗോ ട്രീ? ഇവിടെ തദ്ദേശീയമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രാദേശികമായി കാണപ്പെടുന്ന ആ മാംഗോ ട്രീ ഏതാണ്? വിച്ച് ഷുഡ് ബി ദ റൂട്ട് സ്റ്റോക്ക്? ഇവിടെ റൂട്ട് സ്റ്റോക്കായിട്ട് എടുക്കുന്ന മാംഗോ ട്രീ ഏതാണ്? വിച്ച് വുഡ് ബി ദ സയനായിട്ട് എടുക്കുന്ന മാംഗോ ട്രീ ഏതാണ്? നോക്കിയോ, ഗോമാവ് ഈസ് ദ ഇൻഡിജിനസ് വെറൈറ്റി. ഗോമാവ് എന്ന് പറയുന്ന അതാണ് ഇൻഡിജിനസ് വെറൈറ്റി, അല്ലെങ്കിൽ തദ്ദേശീയമായിട്ട് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു പ്രാദേശിക തലത്തിൽ ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രം കാണപ്പെടുന്നത്, അല്ലെങ്കിൽ നാടൻ മാവിനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അതേതാണ്? ഗോമാവ്. സോ ഇറ്റ് ഈസ് ടേക്കൺ ആസ് റൂട്ട് സ്റ്റോക്ക്. എപ്പോഴും നമ്മൾ റൂട്ട് സ്റ്റോക്കായിട്ട് എടുക്കുന്നത് പ്രാദേശികമായിട്ടുള്ള ഇൻഡിജിനസ് വെറൈറ്റി ആണല്ലോ. അപ്പോൾ അത് നമ്മൾ റൂട്ട് സ്റ്റോക്കായിട്ട് എടുക്കുന്നു. മൽഗോവ ഈസ് ടേക്കൺ ആസ് ദ സയൻ. മൽഗോവ നമ്മൾ സയനായിട്ട് എടുക്കുന്നു. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ബഡ്ഡിംഗ് അല്ലെങ്കിൽ മുകുളം ഒട്ടിക്കൽ.
Budding is a method of producing superior quality planting material by joining the bud of a superior quality plant with another plant that has roots and belongs to the same species. ഒരേ സ്പീഷീസിലുള്ള ഒരു ചെടിയിൽ അതേ സ്പീഷീസിലുള്ള മറ്റൊരു ചെടിയുടെ ബഡ് ഉണ്ടല്ലോ, ബഡ് അല്ലെങ്കിൽ മുകുളം എടുത്ത് ഒട്ടിച്ച് വെച്ച് പുതിയ നല്ല സുപ്പീരിയർ ക്വാളിറ്റിയുള്ള പ്ലാന്റിംഗ് മെറ്റീരിയൽ തയ്യാറാക്കി എടുക്കുന്ന മെത്തേഡാണ് ബഡ്ഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കോ, ബഡ്ഡിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിങ് സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റിംഗ് മെറ്റീരിയൽ. വളരെ സുപ്പീരിയർ ക്വാളിറ്റി, മികച്ച ഒരു പ്ലാന്റിംഗ് മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ബഡ്ഡിംഗ്. അപ്പോൾ ഈ മെത്തേഡിൽ എന്താ ചെയ്യുന്നത്? ബൈ ജോയിനിങ് ദ ബഡ് ഓഫ് എ സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ്. ഒരു സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റിൻ്റെ ബഡിനെ ജോയിൻ ചെയ്യുന്നു. എവിടെയാണ് ജോയിൻ ചെയ്യുന്നത്? വിത്ത് അനദർ പ്ലാന്റ്, മറ്റൊരു പ്ലാന്റിൽ ജോയിൻ ചെയ്യുന്നു. ദാറ്റ് ഹാസ് റൂട്ട്. ഈ ജോയിൻ ചെയ്യുന്ന പ്ലാന്റിന് എന്തുണ്ടായിരിക്കും? റൂട്ട്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് റൂട്ട് സ്റ്റോക്ക് എന്നറിയപ്പെടും അല്ലേ. ആൻഡ് ബിലോങ്സ് ടു സെയിം സ്പീഷീസ്. മാത്രമല്ല അത് അതേ സ്പീഷീസിലുള്ളതും ആയിരിക്കണം. നമ്മൾ ബഡ് ഏത് സ്പീഷീസിൽ നിന്ന് എടുത്തോ സെയിം സ്പീഷീസിലുള്ള പ്ലാന്റ് ആയിരിക്കണം നമ്മൾ ആ ബഡ് ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന ആ ചെടി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന ആ റൂട്ടോട് കൂടിയ പ്ലാന്റിന് റൂട്ട് സ്റ്റോക്ക് എന്നും, പിന്നെ നമ്മൾ ബഡ് മുകുളം എടുക്കുന്ന ആ സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റിന് സയൺ എന്നും പറയും. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഓഫ് ബഡ്ഡിങ്. ബഡ്ഡിങ്ങിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തത് സ്റ്റേജ് 1 അല്ലെങ്കിൽ സ്റ്റെപ്പ് 1 എന്താണ്? ചിസൽ ഓഫ് എ ബഡ് എലോങ് വിത്ത് ദ ബാർക്ക് ഫ്രം ദ ബ്രാഞ്ച് ഓഫ് എ സുപ്പീരിയർ ക്വാളിറ്റി ജാക്ക് ഫ്രൂട്ട് ട്രീ. ദിസ് ഈസ് ദ സയൻ. അതായത് നമ്മളൊരു ചിസൽ ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ഇങ്ങനെ ചെത്തിയെടുക്കുക. അപ്പോൾ ചിസൽ ഓഫ് എ ബഡ്, ഒരു ബഡിനെ നമ്മൾ ചെത്തിയെടുക്കണം. ചിസൽ ഓഫ് എ ബഡ്, ഒരു ബഡ് അല്ലെങ്കിൽ മുകുളത്തിനെ ചെത്തിയെടുക്കണം. എങ്ങനെ? എലോങ് വിത്ത് ദ ബാർക്കോട് കൂടി. ബാർക്ക് എന്ന് വെച്ചാൽ അതിൻ്റെ പുറന്തൊലി ഉണ്ടല്ലോ, അതിനെയാണ് ബാർക്ക് എന്ന് പറയുന്നത്. ബാർക്കോട് കൂടി ചെത്തിയെടുക്കണം. എവിടെ നിന്നാ? ഫ്രം ദ ബ്രാഞ്ച് ഓഫ് എ സുപ്പീരിയർ ക്വാളിറ്റി ജാക്ക് ഫ്രൂട്ട് ട്രീ. ഒരു നല്ല ഗുണമേന്മയുള്ള സുപ്പീരിയർ ക്വാളിറ്റി ഉള്ള ജാക്ക് ഫ്രൂട്ട് ട്രീ എന്ന് വെച്ചാൽ നമ്മുടെ പ്ലാവിൻ്റെ ഒരു ബ്രാഞ്ചിൽ നിന്നും നമ്മൾ ഒരു ബഡ് ചിസൽ ചെയ്ത് എടുക്കണം. ഓക്കെ, അതിനെയാണ് നമ്മൾ സയനായിട്ട് എടുക്കുന്നത്. അടുത്ത സെക്കൻഡ് സ്റ്റെപ്പ് നോക്കിക്കോ, പീൽ ഓഫ് ബാർക്ക് അല്ലെങ്കിൽ തൊലി നമ്മൾ പീൽ ഓഫ് ചെയ്യണം. ഫ്രം ദ ഏരിയ വെയർ ദ ബഡ് ഈസ് ടു ബി ഇൻസേർട്ടഡ്. ബഡ് എവിടെയാണോ ഇൻസേർട്ട് ചെയ്യാനുള്ളത് ആ ഏരിയയിൽ നിന്ന് എന്ത് ചെയ്യണം? കുറച്ച് തൊലി ചെത്തി മാറ്റണം. എവിടെയായിരിക്കും ബഡ് ഇൻസേർട്ട് ചെയ്യേണ്ടത്? ഇൻ ദ നേറ്റീവ് ജാക്ക് ഫ്രൂട്ട് ട്രീ സാപ്ലിംഗ്. നമ്മുടെ തദ്ദേശീയമായിട്ടുള്ള ഒരു ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ സാപ്ലിംഗ് ഒരു വളർന്നു വരുന്നുണ്ടായിരിക്കും. ആ വളർന്നു വരുന്ന ജാക്ക് ഫ്രൂട്ട് ട്രീ സാപ്ലിങ്ങിൻ്റെ എവിടെയാണോ നമുക്ക് ബഡ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ആ സ്ഥലത്ത് എന്ത് ചെയ്യണം? തൊലി ചെത്തി മാറ്റണം. പീൽ ഓഫ് ദി ബാർക്ക് പീൽ ചെയ്യണം. ബാർക്ക് എന്ന് വെച്ചാൽ പുറം തൊലി, പീൽ ഓഫ് ചെയ്യാന്ന് വെച്ചാൽ ചെത്തി മാറ്റണതിന്, അതാ പറയേണ്ടത് പീൽ ഓഫ്. അപ്പോൾ നമ്മുടെ ഈ ജാക്ക് ഫ്രൂട്ട് ട്രീ സാപ്ലിംഗ് ആണ് എന്തെന്നറിയപ്പെടുന്നത്? റൂട്ട് സ്റ്റോക്ക് എന്നറിയപ്പെടുന്നത്. റൂട്ടോട് കൂടിയ ആ ഒരു തൈച്ചെടി. വിച്ച് ഈസ് ഗ്രോൺ ഇൻ എ പോട്ട് ഓർ ഗ്രോ ബാഗ്. ഈ നേറ്റീവായിട്ടുള്ള ജാക്ക് ഫ്രൂട്ട് ട്രീ സാപ്ലിംഗ് എവിടെയായിരിക്കും വളർന്നു വന്നേക്കുന്നത്? ഒരു പോട്ടിലോ ഒരു ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ ഒരു ഗ്രോ ബാഗിലോ ആയിരിക്കും. അപ്പോൾ അതിൽ നിർത്തിക്കൊണ്ട് നമ്മൾ അതിൻ്റെ തൊലി കുറച്ച് ചെത്തി മാറ്റിയിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ബഡ് അവിടെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ് നോക്കിയോ, അറ്റാച്ച് ദ സയൻ വിത്ത് എ പോളിത്തീൻ ടേപ്പ് ടു ദ ഏരിയ ഓഫ് ദി റൂട്ട് സ്റ്റോക്ക് ഫ്രം വെയർ ദ ബാർക്ക് വാസ് റിമൂവ്ഡ് കീപ്പിംഗ് ദ ബഡ് എക്സ്പോസ്ഡ്. അറ്റാച്ച് ദ സയൻ അറ്റാച്ച് ചെയ്യണം വിത്ത് എ പോളിത്തീൻ ടേപ്പ് ടു ദ ഏരിയ ഓഫ് റൂട്ട് സ്റ്റോക്ക് ഫ്രം വെയർ ദ ബാർക്ക് വാസ് റിമൂവ്ഡ്. ഈ ബാർക്ക് റൂട്ട് സ്റ്റോക്കിലെ ഏത് ഭാഗത്ത് നിന്നാണോ റിമൂവ് ചെയ്തത് അവിടേക്ക് സയണിനെ അറ്റാച്ച് ചെയ്തിട്ട് എന്തുകൊണ്ട് കവർ ചെയ്യണം? പോളിത്തീൻ ടേപ്പ് കൊണ്ട് കവർ ചെയ്യണം. പോളിത്തീൻ ടേപ്പ് ടു ദ ഏരിയ ഓഫ് ദി റൂട്ട് സ്റ്റോക്ക് ഫ്രം വെയർ ദ ബാർക്ക് വാസ് റിമൂവ്ഡ്. ബാർക്ക് റിമൂവ് ചെയ്ത ആ ഭാഗത്ത് ബഡ് വെച്ചിട്ട് അവിടെ പോളിത്തീൻ ടേപ്പ് കൊണ്ട് കവർ ചെയ്യണം. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? കീപ്പിംഗ് ദ ബഡ് എക്സ്പോസ്ഡ്. ഈ ബഡ് പുറത്തേക്ക് വരത്തക്ക വിധത്തിലാണ് ഈ പോളിത്തീൻ ടേപ്പ് കൊണ്ട് കവർ ചെയ്യേണ്ടത്. അടുത്ത സ്റ്റേജ് 4, വെൻ ദ ബഡ് സ്റ്റാർട്ട്സ് ടു ഗ്രോ വെൽ. ബഡ് നന്നായിട്ട് വളർന്ന് തുടങ്ങുന്ന സമയത്ത് റിമൂവ് ദ അപ്പർ പോർഷൻ ഓഫ് ദി സ്റ്റോക്കിൻ്റെ മുകൾ ഭാഗം എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. ദെൻ ദ സാപ്ലിംഗ് ക്യാൻ ബി റീപ്ലാന്റഡ് ഇൻ സോയിൽ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ സാപ്ലിംഗ്, ഈ തൈച്ചെടിയെ നമുക്ക് സോയിലിലോട്ട് മാറ്റി നടാം. വെൻ ദ ബഡ് ഈസ് ഗ്രോൺ. ബഡ് ഗ്രോൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഈ ചെടിച്ചട്ടിയിൽ നിന്ന് എടുത്ത് മണ്ണിലോട്ട് മാറ്റി നടാം.
അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ വർഗസങ്കരണം? എന്താണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ? ഇസ് എ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് സീഡ്സിൻ്റെ പ്രൊഡക്ഷൻ, അതിനെയാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. എങ്ങനെയുള്ള സീഡ്സ് ആണ്? ബൈ ആർട്ടിഫിഷ്യലി പോളിനേറ്റിംഗ് ടു പ്ലാന്റ്സ്. ആർട്ടിഫിഷ്യലായിട്ട്, കൃത്രിമമായിട്ട് നമ്മൾ രണ്ട് പ്ലാന്റ്സിനെ തമ്മിൽ പോളിനേറ്റ് ചെയ്യുന്നു. വിച്ച് ഹാവ് ഡിഫറെൻറ്റ് ക്വാളിറ്റീസ്. ഇവയ്ക്ക് ഡിഫറെൻറ്റ് ക്വാളിറ്റീസ്, പല വ്യത്യസ്തമായിട്ടുള്ള ക്വാളിറ്റീസാണ് ഉള്ളത്. ആൻഡ് ബിലോങ്സ് ടു ദ സെയിം സ്പീഷീസ്. പക്ഷേ ഇത് രണ്ട് ഒരേ സ്പീഷീസിൽപ്പെട്ടതായിരിക്കും. അപ്പോൾ ഒരേ സ്പീഷീസിൽപ്പെട്ട ഡിഫറെൻറ്റ് ക്വാളിറ്റീസ് ഉള്ള രണ്ട് ചെടികളെ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പോളിനേഷൻ നടത്തുന്നു, ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തുന്നു. അപ്പം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സീഡ്, അപ്പോൾ അങ്ങനെ സീഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡാണ് എന്ത് പറയുന്നത്? ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഫ്രം ദ സീഡ്സ് ദസ് പ്രൊഡ്യൂസ്ഡ് ദോസ് വിത്ത് സുപ്പീരിയർ ക്വാളിറ്റി ആർ കളക്റ്റഡ്. നമ്മൾ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന സീഡിൽ നിന്ന് സുപ്പീരിയർ ക്വാളിറ്റിയുള്ള, നല്ല ക്വാളിറ്റിയുള്ള സീഡിനെ കളക്ട് ചെയ്യുന്നു. ദീസ് ആർ ദ ഹൈബ്രിഡ് സീഡ്സ്. ഇങ്ങനെ നമ്മൾ കളക്ട് ചെയ്യുന്ന സീഡിനെയാണ് എന്ത് പറയുന്നത്? ഹൈബ്രിഡ് സീഡ്സ് എന്ന് പറയുന്നത്. അതാണ് ഹൈബ്രിഡ് സീഡ്സ്. അപ്പോൾ സുപ്പീരിയർ ക്വാളിറ്റിയുള്ള ഹൈബ്രിഡ് സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡാണ് എന്ത് പറയുന്നത്? ഹൈബ്രിഡൈസേഷൻ. എങ്ങനെയാണ് ഈ മെത്തേഡിൽ കൂടെ ഹൈബ്രിഡ് സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്ന് പറയുന്ന മെത്തേഡിൽ കൂടെ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെൽഫ് പോളിനേഷൻ ആൻഡ് ക്രോസ് പോളിനേഷൻ? രണ്ട് ടൈപ്പ് പോളിനേഷൻസ് ഉണ്ട്, സെൽഫ് പോളിനേഷനും ക്രോസ് പോളിനേഷനും. എന്താണെന്ന് നോക്കാം. In self-pollination, the pollination takes place between two flowers or within the single flower of the same plant. ഒരു പ്ലാന്റിലെ രണ്ട് ഫ്ലവർ തമ്മിലോ അല്ലെങ്കിൽ ഒരു പ്ലാന്റിലെ തന്നെ ഒരു ഫ്ലവറിൽ തന്നെയോ പോളിനേഷൻ നടക്കുകയാണെങ്കിൽ അതിനെയാണ് സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്നത്. ഒരു പ്ലാന്റിലെ രണ്ട് ഫ്ലവേഴ്സ് തമ്മിലോ ഒരു പ്ലാന്റിലെ ഒരു സിംഗിൾ ഫ്ലവറിലോ പോളിനേഷൻ നടക്കുന്നതിനെയാണ് സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ സെൽഫ് പോളിനേഷൻ ദ പോളിനേഷൻ ടേക്സ് പ്ലേസ്. സെൽഫ് പോളിനേഷനിലെ പോളിനേഷൻ നടക്കുന്നത് ബിറ്റ്വീൻ ടു ഫ്ലവേഴ്സ്, രണ്ട് ഫ്ലവേഴ്സ് തമ്മിലോ ഓർ വിത്തിൻ ദ സിംഗിൾ ഫ്ലവർ അല്ലെങ്കിൽ ഒരു സിംഗിൾ ഫ്ലവറിലോ ആയിരിക്കും. ഓഫ് ദ സെയിം പ്ലാന്റ്, ഒരേ പ്ലാന്റിലെ രണ്ട് ഫ്ലവേഴ്സ് തമ്മിലോ ഒരേ പ്ലാന്റിലെ ഒരൊറ്റ ഫ്ലവറിലോ പോളിനേഷൻ നടന്നാൽ അത് സെൽഫ് പോളിനേഷൻ. അടുത്ത ക്രോസ് പോളിനേഷൻ. ഇൻ ക്രോസ് പോളിനേഷൻ ദ പോളിനേഷൻ ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ടു ഫ്ലവേഴ്സ് ഓഫ് ടു ഡിഫറെൻറ്റ് പ്ലാന്റ്സ്. അതായത് ക്രോസ് പോളിനേഷനിൽ പോളിനേഷൻ ടേക്സ് പ്ലേസ് നടക്കുന്നത് ബിറ്റ്വീൻ ടു ഫ്ലവേഴ്സ്, രണ്ട് ഫ്ലവേഴ്സ് തമ്മിലായിരിക്കും. ഓഫ് ടു ഡിഫറെൻറ്റ് പ്ലാന്റ്സ്, രണ്ട് ഡിഫറെൻറ്റ് പ്ലാന്റ്സിലെ രണ്ട് ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് തമ്മിലായിരിക്കും എന്ത് നടക്കുന്നത്? ക്രോസ് പോളിനേഷൻ നടക്കുന്നത്. അതിനെയാണ് നമ്മൾ ക്രോസ് പോളിനേഷൻ എന്ന് പറയുന്നത്. രണ്ട് പ്ലാന്റ് ഉണ്ടായിരിക്കും, ആ രണ്ട് പ്ലാന്റിലും ഓരോ ഫ്ലവർ വെച്ചിട്ടുണ്ടെന്ന് വെച്ചോ. അപ്പോൾ ആ രണ്ട് ഫ്ലവേഴ്സ് തമ്മിൽ എന്ത് നടക്കും? പോളിനേഷൻ നടന്നാൽ അതിനെയാണ് നമ്മൾ ക്രോസ് പോളിനേഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഈസ് ഇറ്റ് ഇൻ സെൽഫ് പോളിനേഷൻ ഓർ ക്രോസ് പോളിനേഷൻ ദാറ്റ് ദ ക്വാളിറ്റീസ് ഓഫ് ബോത്ത് ദ പ്ലാന്റ്സ് ആർ കമ്പൈൻഡ് ബൈ? അതായത് രണ്ട് പ്ലാന്റ്സിൻ്റെ ക്വാളിറ്റീസ് തമ്മിൽ കമ്പൈൻ ചെയ്യണമെങ്കിൽ സെൽഫ് പോളിനേഷൻ ആണോ നടത്തേണ്ടത്, ക്രോസ് പോളിനേഷൻ ആണോ? എന്തുകൊണ്ട്? ഇതാണ് ക്വസ്റ്റ്യൻ. ആൻസർ നോക്കിക്കോ. ഇൻ ക്രോസ് പോളിനേഷനിൽ ദ ക്വാളിറ്റീസ് ഓഫ് ടു ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ആർ കമ്പൈൻഡ്. ഈ രണ്ട് ഡിഫറെൻറ്റ് പ്ലാന്റ്സിൻ്റെ ക്വാളിറ്റീസാണ് തമ്മിൽ കമ്പൈൻ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു സെൽഫ് പോളിനേഷനിൽ എന്താ സംഭവിക്കുന്നത്? ഒരൊറ്റ പ്ലാന്റിലെ രണ്ട് ഫ്ലവേഴ്സ് തമ്മിലോ അല്ലെങ്കിൽ ഒരു പ്ലാന്റിലെ ഒരൊറ്റ ഫ്ലവറിലോ ആണ് പോളിനേഷൻ നടക്കുന്നത്. പക്ഷേ ക്രോസ് പോളിനേഷനിൽ രണ്ട് ഡിഫറെൻറ്റ് പ്ലാന്റ്സിലാണ് പോളിനേഷൻ നടക്കുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് സെൻറ്റൻസ് മനസ്സിലായല്ലോ. അടുത്ത സെൻറ്റൻസ്, ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ ഇൻ ക്രോസ് പോളിനേഷനിൽ ദ സീഡ് ഫോംഡ് ബൈ ദ പോളിനേഷൻ ബിറ്റ്വീൻ, സീഡ് ഫോം ചെയ്യുന്നത് പോളിനേഷൻ ബിറ്റ്വീൻ ടു ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് ഓഫ് ടു ഡിഫറെൻറ്റ് പ്ലാന്റ്സ്. രണ്ട് ഡിഫറെൻറ്റ് പ്ലാന്റ്സിലെ രണ്ട് ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് തമ്മിലാണ് പോളിനേഷൻ നടന്നിട്ട് സീഡ് ഫോം ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഇൻ ക്രോസ് പോളിനേഷൻ ദ ക്വാളിറ്റീസ് ഓഫ് ടു ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ആർ കമ്പൈൻഡ്. അതുകൊണ്ട് ക്രോസ് പോളിനേഷനിൽ രണ്ട് ഡിഫറെൻറ്റ് പ്ലാന്റ്സിൻ്റെ ക്വാളിറ്റീസ് കമ്പൈൻ ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. മനസ്സിലായല്ലോ? പക്ഷേ നമ്മുടെ സെൽഫ് പോളിനേഷൻ മെത്തേഡിൽ എന്താണ്? ഒരൊറ്റ പ്ലാന്റിലാണ് പോളിനേഷൻ നടക്കുന്നത്. ആ ഒരൊറ്റ പ്ലാന്റിലെ രണ്ട് ഫ്ലവേഴ്സ് തമ്മിലോ ഒരൊറ്റ ഫ്ലവറിലാണ് പോളിനേഷൻ നടക്കുന്നത്. അതുകൊണ്ട് അവിടെ രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള പ്ലാന്റ്സിൻ്റെ ഗുണങ്ങൾ തമ്മിൽ ചേരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അടുത്ത നോക്കി, നമ്മുടെ ടെക്സ്റ്റ് തന്നിട്ടുള്ള ഹൈബ്രിഡൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് വെറൈറ്റിയിലുള്ള ചില്ലി പ്ലാന്റ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. വെറൈറ്റി 1, വെറൈറ്റി 2. വെറൈറ്റി 1ൽ ഒരു രണ്ട് കായുള്ള
ഒരു ചില്ലി പ്ലാന്റ് ആണ്. പക്ഷേ ആ 2 കായെന്ന് പറഞ്ഞാൽ വളരെ വലിപ്പമുള്ള 2 മുളകാണ് അല്ലേ. രണ്ടാമത്തെ വെറൈറ്റി 2-ലാണെങ്കിലോ നിറച്ച് പിന്നെ മുളക് നിൽപ്പുണ്ട്. പക്ഷേ ആ മുളകെല്ലാം എന്താണ്, വളരെ ചെറിയ സൈസിലുള്ള മുളകുകളാണ്. അത് മനസ്സിലായല്ലോ. ഈ 2 ഫിഗർ നോക്കുക. ഇനി നമുക്ക് താഴെയുള്ള ക്വസ്റ്റ്യൻസ് ഓരോന്ന് നോക്കാം. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഈച്ച് പ്ലാന്റ്? ഓരോ പ്ലാന്റിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വെറൈറ്റി 1 എന്താണ്? ബിഗ് സൈസ്ഡ് ചില്ലി, വളരെ വലിപ്പമുള്ള ചില്ലിയാണ്. ലോ ഈൽഡ്, പക്ഷേ വിളവ് കുറവാണല്ലേ, 2 എണ്ണം കണ്ടേ അതിൻ്റെ അകത്തുള്ളൂ, 2 ചില്ലി മാത്രമേ ഉള്ളൂ. ഇനി വെറൈറ്റി 2 ആണെങ്കിലോ സ്മാൾ സൈസ്ഡ് ചില്ലിയുടെ സൈസ് വളരെ സ്മോളാണ്, പക്ഷേ ഹൈ ഈൽഡ്, അതിൻ്റെ അകത്ത് ഒത്തിരി മുളകുകൾ നിൽപ്പുണ്ടായിരുന്നു അല്ലേ. ഹൈ ഈൽഡ്, നല്ല വിളവ് അതിൽ നിന്ന് നമുക്ക് ലഭിക്കും. മനസ്സിലായല്ലോ. ഇതാണ് ആ 2 വെറൈറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If we can produce a chili plant which has the qualities of both the varieties, what qualities will it have? അതായത് ഈ 2 ചില്ലിയുടെയും കൂടെ ഗുണങ്ങൾ ഒരുമിപ്പിച്ചുകൊണ്ട് നമ്മൾ പുതിയൊരു ചെടി ഉണ്ടാക്കുകയാണെങ്കിൽ ആ ചെടിക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്തൊക്കെ ഗുണങ്ങളാണ് വേണ്ടത്? വി ക്യാൻ പ്രൊഡ്യൂസ് എ ചില്ലി പ്ലാന്റ് വിച്ച് ഹാസ് ദ ക്വാളിറ്റീസ് ഓഫ് ബോത്ത് ദ വെറൈറ്റീസ്. 2 വെറൈറ്റിയും കൂടെ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മളൊരു പുതിയ ചില്ലി പ്ലാന്റ് തയ്യാറാക്കുകയാണെങ്കിൽ ദ പ്ലാന്റ് വിൽ ഹാവ്, ആ പ്ലാന്റിന് വിൽ ഹാവ് ഉണ്ടായിരിക്കും, എന്തുണ്ടായിരിക്കും? പ്ലെൻറ്റി ഓഫ്, ധാരാളം ബിഗ് സൈസ്ഡ് ചില്ലീസ്, വളരെ വലിയ സൈസുള്ള ചില്ലീസ് ഉണ്ടായിരിക്കും. പ്ലെൻറ്റി ഓഫ് ബിഗ് സൈസ്ഡ് ചില്ലീസ്, ധാരാളം വലിയ സൈസിലുള്ള ചില്ലീസ് ഉണ്ടായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. ഹൗ ക്യാൻ വി പ്രൊഡ്യൂസ് സച്ച് എ സാപ്ലിംഗ്? എങ്ങനെ നമുക്ക് അങ്ങനെയുള്ളൊരു സാപ്ലിംഗ് പ്രൊഡ്യൂസ് ചെയ്യാം? സാപ്ലിംഗ് എന്ന് വെച്ചാൽ എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, തൈച്ചെടി. ഇങ്ങനെയുള്ള തൈച്ചെടി നമുക്ക് എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം? എന്താണ് മെത്തേഡ്? ദ ഹൈബ്രിഡൈസേഷൻ മെത്തേഡ് വി യൂസ്ഡ് ടു അച്ചീവ് ദിസ്. ഇത് നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി എന്ത് മെത്തേഡ് യൂസ് ചെയ്യാം? ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യാം. അടുത്തത് എന്താണ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ? ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്ന് പറഞ്ഞാൽ പോളിനേഷൻ ക്യാൻ ബി ഡൺ ആർട്ടിഫിഷ്യലി ഈസ് നോൺ ആസ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. കൃത്രിമ പരാഗണം, അതാണ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. അപ്പോൾ ആർട്ടിഫിഷ്യലായിട്ട്, കൃത്രിമമായിട്ട് പോളിനേഷൻ നമ്മൾ നടത്തുന്നുവെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്ന് പറയുന്നത്. അടുത്തത് സ്റ്റെപ്സ് ഓഫ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ഏതൊക്കെ രീതിയിൽ നമുക്ക് നടത്താം, അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ടെസ്റ്റിലുള്ളതാണ് കേട്ടോ ഇത്. ഒന്നാമത്തെ സ്റ്റെപ്പ്, ടു പ്രിവെൻറ്റ് സെൽഫ് പോളിനേഷൻ റിമൂവ് ദ സ്റ്റെമൻസ് ഫ്രം ദ ഫ്ലവേഴ്സ് ഇൻ വിച്ച് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ഇസ് ടു ബി ഡൺ. ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നമ്മൾ നടത്താൻ പോകുന്ന ഫ്ലവർ ഏതാണോ അതിൻ്റെ അകത്തുനിന്ന് സ്റ്റെമൻസിനെ റിമൂവ് ചെയ്യണം. എന്തിനാണ്? സെൽഫ് പോളിനേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സെൽഫ് പോളിനേഷൻ തടയാൻ വേണ്ടിയിട്ട് സ്റ്റെമൻസിനെ റിമൂവ് ചെയ്യുന്നു. സ്റ്റെമൻസ് എന്ന് വെച്ചാൽ കേസരങ്ങളെ മുറിച്ച് മാറ്റുന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്തുവാണ്? The flower is wrapped well to prevent the pollen grains from other flowers falling on it. ഈ ഫ്ലവറിനെ നന്നായിട്ട് പൊതിഞ്ഞു കെട്ടുന്നു അല്ലേ. റാപ്പ് ചെയ്യാന്ന് വെച്ചാൽ പൊതിഞ്ഞു കെട്ടുന്നു. റാപ്പിഡ് വെൽ, നന്നായിട്ട് റാപ്പ് ചെയ്യുന്നു, നന്നായിട്ട് പൊതിയുന്നു. എന്തിനാണ് ഇങ്ങനെ പൊതിയുന്നത്? ടു പ്രിവെൻറ്റ് ദ പോളൻ ഗ്രെയിൻസ്, പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, തടയാൻ വേണ്ടിയിട്ട്. എന്താ? പോളൻ ഗ്രെയിൻസ് ഫ്രം അതർ ഫ്ലവേഴ്സ് ഫാളിങ് ഓൺ ഇറ്റ്. മറ്റ് ഫ്ലവേഴ്സിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസ് എന്ന് വെച്ചാൽ പരാഗരേണുക്കൾ. മറ്റ് ഫ്ലവേഴ്സിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ പരാഗരേണുക്കൾ ഈ ഫ്ലവറിൽ വന്ന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫ്ലവറിനെ നന്നായിട്ട് പൊതിഞ്ഞ് കെട്ടുന്നത്, റാപ്പ് ചെയ്യുന്നത് നന്നായിട്ട്. അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ്, pollen grains from flowers of a plant belonging to the same species but having different qualities are collected using a brush. നമ്മൾ ആർട്ടിഫിഷ്യൽ പരാഗണം നടത്താൻ പോകുന്നില്ലേ, ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്താൻ പോകുന്ന ചെടി ഏതാണോ അതിൻ്റെ അതേ സ്പീഷീസിലുള്ളതും എന്നാൽ വ്യത്യസ്ത ഗുണങ്ങളുള്ളതുമായ മറ്റൊരു ചെടിയിൽ നിന്ന് നമ്മൾ പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ പരാഗരേണുക്കൾ ഒരു ബ്രഷ് ഉപയോഗിച്ച് കളക്ട് ചെയ്യുന്നു. അതാണ് ഈ ഒരു സെൻറ്റൻസിൽ പറഞ്ഞേക്കുന്നത്. പോളൻ ഗ്രെയിൻസ് ഫ്രം ഫ്ലവേഴ്സ് ഓഫ് എ പ്ലാന്റ് ബിലോങ്ങിങ് ടു ദ സെയിം സ്പീഷീസ്. ഒരേ സ്പീഷീസിലുള്ള പ്ലാന്റിലെ ഫ്ലവേഴ്സിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് കളക്ട് ചെയ്യുന്നു. പക്ഷേ ഒരേ സ്പീഷീസിലുള്ളതും ബട്ട് ഹാവിങ് ഡിഫറെൻറ്റ് ക്വാളിറ്റീസ്, വ്യത്യസ്ത ഗുണങ്ങളുള്ളതുമായ മറ്റൊരു ചെടിയിലെ ഫ്ലവറിൽ നിന്ന് നമ്മൾ പോളൻ ഗ്രെയിൻസ് കളക്ട് ചെയ്യുന്നു. എന്തുപയോഗിച്ചാണ് കളക്ട് ചെയ്യുന്നത്? യൂസിങ് എ ബ്രഷ്, ഒരു ബ്രഷ് ഉപയോഗിച്ച്. അടുത്ത നാലാമത്തെ പോയിന്റ് നോക്കിക്കോ. പോളൻ ഗ്രെയിൻസ് ദസ് കളക്റ്റഡ് ആർ ഡെപ്പോസിറ്റഡ് ഓൺ ദ സ്റ്റിഗ്മ ഓഫ് ദി ഫ്ലവർ വിച്ച് ഈസ് ടു ബി പോളിനേറ്റഡ് ആർട്ടിഫിഷ്യലി. നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് പോളിനേറ്റ് ചെയ്യുന്ന ഏത് പൂവാണോ ആ പൂവിൻ്റെ ഫ്ലവറിലെ സ്റ്റിഗ്മ എന്ന് പറഞ്ഞാൽ പരാഗണ സ്ഥലത്ത് അല്ലേ,
ആ പൂവിൻ്റെ സ്റ്റിഗ്മയിൽ ഈ നമ്മൾ ശേഖരിച്ച പോളൻ ഗ്രെയിൻസ് ഉണ്ടല്ലോ അത് കൊണ്ടുവന്ന് ഇടുന്നു. അതാണ് പോളൻ ഗ്രെയിൻസ് ദസ് കളക്റ്റഡ്. നമ്മൾ കളക്ട് ചെയ്ത പോളൻ ഗ്രെയിൻസ് ആർ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. എവിടെയാ? ഓൺ ദ സ്റ്റിഗ്മ ഓഫ് ദി ഫ്ലവർ വിച്ച് ഈസ് ടു ബി പോളിനേറ്റഡ് ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ പോളിനേറ്റ് ചെയ്യുന്ന പ്ലാന്റിൻ്റെ ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പ്, ദ ഫ്ലവർ ഈസ് റാപ്ഡ് എഗൈൻ. വീണ്ടും നമ്മൾ ഈ ഫ്ലവറിനെ എന്ത് ചെയ്യുന്നു? റാപ്പ് ചെയ്യുന്നു, പൊതിഞ്ഞു കെട്ടുന്നു. എന്തിനാണ് വീണ്ടും ഇത് പൊതിഞ്ഞു കിട്ടുന്നത്? ടു പ്രിവെൻറ്റ് പോളിനേഷൻ ഫ്രം അതർ ഫ്ലവേഴ്സ്. മറ്റുള്ള ഫ്ലവേഴ്സിൽ നിന്ന്, മറ്റുള്ള പൂക്കളിൽ നിന്നുള്ള ഈ പരാഗണം നടക്കൂലേ, പോളിനേഷൻ നടക്കുന്നത് തടയുന്നതിന്, പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വീണ്ടും കെട്ടിവെക്കുന്നത്. ഇതാണ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ ഷുഡ് ദീസ് ആക്ടിവിറ്റീസ് ആർ പെർഫോംഡ്? പുട്ട് എ ടിക്ക് മാർക്ക്, ഡിസ്കസ് ദ റീസൺ. ദീസ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തുന്നില്ലേ, ഈ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നമ്മൾ എപ്പോഴൊക്കെയാണ് നടത്തുന്നതെന്ന്. ആൻസർ, ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ബ്ലൂമിങ്. പൂവ് വിരിയത്തില്ലേ, പൂവ് വിരിയുന്നതിനാണ് ബ്ലൂമിങ് എന്ന് പറയുന്നത്. അപ്പോൾ പൂവ് വിരിഞ്ഞ ഉടൻ തന്നെ, ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ബ്ലൂമിങ്, പൂവ് വിരിഞ്ഞ ഉടൻ തന്നെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തേണ്ടത്. അടുത്തതായിട്ട് അതായത് കുറച്ച് പ്ലാന്റ്സും ആ പ്ലാന്റിൻ്റെ ഹൈബ്രിഡ് സീഡ്സും ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത് കൊടുത്തിട്ടുള്ളത് ചില്ലി എന്ന് വെച്ചാൽ എന്താണ്? മുളകിൻ്റെ ഹൈബ്രിഡ് സീഡ്സ് ആണ്. ഉജ്ജ്വല ജ്വാലാമുഖി. ഏതൊക്കെയാണ്? ഉജ്ജ്വല ജ്വാലാമുഖി. മുളക് ഭയങ്കര എരിവൊക്കെ അല്ലേ, അപ്പം നല്ല ജ്വലിച്ച് നിൽക്കുന്നതാണ് ഉജ്ജ്വല ജ്വാലാമുഖി. ഇതാണ് മുളകിൻ്റെ രണ്ട് ഹൈബ്രിഡ് സീഡ്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സങ്കരയിനം വിത്ത്. അടുത്ത പി എന്ന് വെച്ചാൽ നമ്മുടെ പയറിൻ്റെയാണ് ജ്യോതിക, ഭാഗ്യലക്ഷ്മി. ഏതൊക്കെയാണ്? ജ്യോതിക, ഭാഗ്യലക്ഷ്മി. പയറിൻ്റെ രണ്ട് വെറൈറ്റിയാണ്, ജ്യോതിക, ഭാഗ്യലക്ഷ്മി. അടുത്ത പാഡി എന്ന് വെച്ചാൽ നമ്മുടെ നെല്ലിൻ്റെത് പവിത്ര, അന്നപൂർണ. ഏതൊക്കെയാണ്? പവിത്ര, അന്നപൂർണ. ഇനി കോക്കനട്ട്, തെങ്ങിൻ്റെ രണ്ട് സങ്കരയിനം വിത്തുകൾ അല്ലെങ്കിൽ രണ്ട് ഹൈബ്രിഡ് സീഡ്സ് ആണ്. ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര. ഏതാണ്? ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര. അടുത്തത് ലേഡീസ് ഫിംഗർ, അതായത് നമ്മുടെ വെണ്ട. ഏതൊക്കെയാണ്? സൽകീർത്തി, കിരൺ. മനസ്സിലായല്ലോ? ഓരോ പ്ലാന്റ്സും അതിൻ്റെ സങ്കരയിനം വിത്തുകൾ അല്ലെങ്കിൽ ഹൈബ്രിഡ് സീഡ്സും. അടുത്ത നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട അഗ്രികൾച്ചറൽ റിസർച്ച് സെൻറ്റേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട അഗ്രികൾച്ചറൽ റിസർച്ച് സെൻറ്റേഴ്സ്. ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മണ്ണുത്തി. എവിടെയാണ്? മണ്ണുത്തിയാണ്. കേരള കാർഷിക സർവകലാശാല. അവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് നടക്കുന്നത്? കണ്ടക്ടിങ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നു. ഏതിലേക്ക്? ഓൺ വെറൈറ്റീസ് ഓഫ് ക്രോപ്സ്, അനിമൽസ്, ബേർഡ്സ് എക്സെട്ര. വിവിധ തരത്തിലുള്ള ബേർഡ്സിൻ്റെയും അനിമൽസിൻ്റെയും പിന്നെ ക്രോപ്സ്, വിളകളുടെയൊക്കെ റിസർച്ചസ് ഒക്കെ നടത്തുന്നത് എവിടെയാണ്? ഈ KAU, കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, മണ്ണുത്തി, തൃശ്ശൂർ. അവിടെയാണ്. അടുത്തത് സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, CTCRI, സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ശ്രീകാര്യത്താണ്. അപ്പോൾ അവിടെ നടക്കുന്നത് കൾട്ടിവേഷൻ ആൻഡ് റിസർച്ചസ് ഓൺ ട്യൂബർ ക്രോപ്സ് ആർ കണ്ടക്റ്റഡ് ഹിയർ. അതായത് ട്യൂബർ ക്രോപ്സ് എന്ന് വെച്ചാൽ കിഴങ്ങ് വിളകളെ പറ്റിയുള്ള റിസർച്ചും അവയുടെ കൾട്ടിവേഷനും അവയുടെ ഉൽപ്പാദനം, കൾട്ടിവേറ്റ് ചെയ്യുക, അവനെ ഉൽപ്പാദിപ്പിക്കുക, അതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. CTCRI എവിടെയാണ്? സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ശ്രീകാര്യം എവിടെയാണ്? തിരുവനന്തപുരത്തെ. അടുത്ത റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിലെ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയായിരിക്കും? കോട്ടയത്താണ് അല്ലേ? റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയത്താണ്. ഇവിടെ നടക്കുന്ന ആക്ടിവിറ്റി എന്താണ്? ഡെവലപ്പ് ഹൈ ഈൽഡിംഗ് വെറൈറ്റീസ് ഓഫ് റബ്ബർ പ്ലാന്റ് സൂട്ടഡ് ഫോർ ഡിഫറെൻറ്റ് ജിയോഗ്രഫിക്കൽ ഏരിയ. പല വിധത്തിലുള്ള ജിയോഗ്രഫിക്കൽ ഏരിയ, അതായത് ഭൂവിഭാഗങ്ങൾക്ക് അനുസരിച്ചുള്ള ഹൈ ഈൽഡിംഗ് ആയിട്ടുള്ള, അതായത് അത്യുൽപാദന ശേഷിയുള്ള റബ്ബർ പ്ലാന്റ്സിനെ അല്ലെങ്കിൽ റബ്ബർ തൈകളെ ഡെവലപ്പ് ചെയ്യുന്നത് അതാണ് എവിടെ നടക്കുന്നത്? റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അപ്പോൾ നല്ല അത്യുൽപാദന ശേഷിയുള്ള റബ്ബർ മരങ്ങളെ അല്ലെങ്കിൽ റബ്ബർ തൈകളെ ഉൽപ്പാദിപ്പിക്കുന്നു. അടുത്തത് സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, CPCRI, കാസർഗോഡാണ് കേട്ടോ. സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം. എവിടെയാണ്? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം, കാസർഗോഡ്. ഇനി അവിടെ നടക്കുന്ന ആക്ടിവിറ്റി എന്താണ്? കണ്ടക്ട്സ് റിസർച്ചസ് ഓൺ കോക്കനട്ട്, അരക്നട്ട് ആൻഡ് കൊക്കോ. കോക്കനട്ട് എന്ന് പറഞ്ഞാൽ തെങ്ങ്, അരക്നട്ട് എന്ന് പറഞ്ഞാൽ കവുങ്ങ്,
കൊക്കോ എന്ന് പറഞ്ഞാൽ അറിയാലോ, കൊക്കോ അത് തന്നെയാണ്. അപ്പോൾ ഈ 3 ഇതിനെയൊക്കെ നമ്മൾ ഒരു പേര് പറയും, പ്ലാന്റേഷൻ ക്രോപ്സ് എന്ന് പറയും. അതായത് തോട്ടവിളകളാണ് ഇതെല്ലാം. തെങ്ങും കവുങ്ങും കോക്കനട്ട്, അരക്കനട്ട്, കൊക്കോ ഒക്കെ തോട്ടവിളയാണ്. പ്ലാന്റേഷൻ ക്രോപ്സ് എന്ന് പറയും. അപ്പോൾ ഇവയെക്കുറിച്ചുള്ള ഗവേഷണമാണ്, റിസർച്ചാണ് ഇവിടെ നടക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഗ്രീൻ റെവല്യൂഷൻ്റെ ഫാദർ ആരാ? ഡോക്ടർ MS സ്വാമിനാഥനാണ് ഇന്ത്യയിലെ ഗ്രീൻ റെവല്യൂഷൻ്റെ ഫാദർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ അഡിഷൻ ടു ഗുഡ് സീഡ് വാട്ട് അതർ തിങ്സ് ആർ ടു ബി കൺസിഡേർഡ് ഫോർ എ ബെറ്റർ ഈൽഡ്? നല്ല രീതിയിലുള്ള വിളവ് ലഭിക്കാൻ വേണ്ടിയിട്ട് നല്ല വിത്ത് മാത്രം പോരാ, മറ്റ് ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന്. ഒന്നാമത്തെ ഫെർട്ടൈൽ സോയിൽ എന്ന് വെച്ചാൽ നല്ല ബലഭൂയിഷ്ഠമുള്ള മണ്ണ്, പെസ്റ്റ് കൺട്രോൾ കീടനിയന്ത്രണം, വീഡ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ കള നിയന്ത്രണം, പ്രോപ്പർ ഇറിഗേഷൻ നല്ല രീതിയിലുള്ള ജലസേചനം, പ്രോപ്പർ മാനുറിങ് നല്ല രീതിയിൽ വളമിടുക, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക. അടുത്ത് നോക്കിയാൽ ഫെർട്ടിലൈസേഴ്സ് ആർ ഓഫ് 2 types, ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. എന്താണ് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ? വളത്തിനെയാണ് നമ്മൾ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 2 ടൈപ്പ് ഫെർട്ടിലൈസേഴ്സ് ആണുള്ളത്, ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സും പിന്നെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. എക്സാമ്പിൾസ് ഓഫ് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ഏതൊക്കെയാണ്? കൗഡങ് എന്ന് വെച്ചാൽ ചാണകം, ബോൺ മീൽ എന്ന് വെച്ചാൽ എല്ലുപൊടിക്കാണ് ബോൺ മീൽ എന്ന് പറയുന്നത്. പിന്നെ കമ്പോസ്റ്റ് എന്ന് തന്നെയാണ്. ഗ്രീൻ മാന്യൂർ എന്ന് വെച്ചാൽ പച്ചിലവളം. പിന്നെ ചിക്കൻ മാന്യൂർ, കോഴി വേസ്റ്റ് അല്ലെങ്കിൽ കോഴിക്കാഷ്ട, അതിനെയാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലാണ് എന്തുള്ളത്, ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന് എക്സാമ്പിൾസ് ആണ്. യൂറിയ, NPK മാന്യൂർ അതായത് NPK വളം, അമോണിയം ഫോസ്ഫേറ്റ്, പൊട്ടാസ്യം ക്ലോറൈഡ്, അമോണിയം നൈട്രേറ്റ്, ഇതെല്ലാം കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന് എക്സാമ്പിൾസ് ആണ്. അടുത്തത്, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്? അതായത് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ ജൈവവളങ്ങളും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് രാസവളവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അവയുടെ ക്യാരക്ടറിസ്റ്റിക്സ്, സവിശേഷതകൾ എന്തെല്ലാമാണ് നോക്കിയോ. ഒബ്റ്റെയിൻഡ് ഫ്രം ഓർഗാനിക് മാറ്റേഴ്സ്, ഓർഗാനിക് ആയിട്ടുള്ള ഇതിൽ നിന്നാണ്, അതായത് ജൈവ വസ്തുക്കളിൽ നിന്നാണ് അല്ലെങ്കിൽ ഓർഗാനിക് മാറ്റേഴ്സിൽ നിന്നാണ് നമുക്കിത് ലഭിക്കുന്നത്, ജൈവവളം അല്ലേ. അപ്പോൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് എങ്ങനെയായിരിക്കും? പ്രൊഡ്യൂസ്ഡ് ഫ്രം കെമിക്കൽസ് ഇൻഡസ്ട്രിയലി, അതായത് ഇൻഡസ്ട്രിയലി എന്ന് വെച്ചാൽ വ്യാവസായികമായിട്ട് കെമിക്കൽസ് എന്ന് വെച്ചാൽ രാസവസ്തുക്കൾ ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നു. പ്രൊഡ്യൂസ്ഡ് ഫ്രം കെമിക്കൽസ് ഇൻഡസ്ട്രിയലി, കെമിക്കൽസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു. എങ്ങനെ? ഇൻഡസ്ട്രിയലി, വ്യാവസായികമായിട്ട്. രണ്ടാമത്തെ നോക്കിയോ, റെക്വേർഡ് ഇൻ ഹൈ ക്വാണ്ടിറ്റി. ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് എന്ന് വെച്ചാൽ ഹൈ ക്വാണ്ടിറ്റിയിൽ ആവശ്യം വരും, ഒരുപാട് നമുക്ക് വേണം, കൂടിയ അളവിൽ നമുക്കിത് ആവശ്യമാണ്. എന്നാൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് റിക്വയർഡ് ഇൻ ലെസ്സർ ക്വാണ്ടിറ്റി, വളരെ കുറഞ്ഞ അളവിൽ മതിയാകും. ഇനി നോട്ട് ഹാംഫുൾ ടു സോയിലിന് ദോഷമൊന്നുമില്ല, മണ്ണിന് ദോഷമൊന്നുമില്ല. എന്നാൽ കെമിക്കൽ ആണെങ്കിലോ എക്സസ് യൂസ് ഡെസ്ട്രോയ്സ് ദ സോയിൽ സ്ട്രക്ചർ, സോയിലിൻ്റെ സ്ട്രക്ചറിനെ, മണ്ണിൻ്റെ ഘടനയെ ഡെസ്ട്രോയ് ചെയ്യുന്നു, നശിപ്പിക്കുന്നു. ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് നമ്മൾ എക്സസ് ആയിട്ട് യൂസ് ചെയ്താൽ. എക്സസ് യൂസ് എന്ന് വെച്ചാൽ അമിതമായ അളവിലുള്ള ഉപയോഗം എന്ത് ചെയ്യുന്നു? ഡെസ്ട്രോയ് ദ സോയിൽ സ്ട്രക്ചർ, സോയിലിൻ്റെ സ്ട്രക്ചറിനെ നശിപ്പിക്കുന്നു, ഡെസ്ട്രോയ് ചെയ്യുന്നു. കനോട്ട് ബി സപ്ലൈഡ് ആസ് എ സിംഗിൾ കമ്പണൻറ്റ്, ഒരൊറ്റ സിംഗിൾ കമ്പണൻ്റ് ആയിട്ട് നമുക്ക് സപ്ലൈ ചെയ്യാൻ കഴിയില്ല. ഈ ജൈവവളം അല്ലെങ്കിൽ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ്. അടുത്ത കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആണെങ്കിൽ ആ കമ്പണൻസ് ക്യാൻ ബി സപ്ലൈഡ് ആസ് പെർ റിക്വയർമെൻറ്റ് എന്ന് വെച്ചാൽ ആവശ്യത്തിനനുസരിച്ച് കമ്പണൻസിനെ നമുക്ക് സപ്ലൈ ചെയ്യാം. നമുക്ക് ഇപ്പോൾ അമോണിയയാണ് നമ്മുടെ മണ്ണിൽ കുറവ്, അപ്പോൾ അമോണിയ കുറച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഏതാണോ മണ്ണിന് ആവശ്യം, ഫോസ്ഫറസ് ആണ് കുറവെങ്കിൽ ഫോസ്ഫറസ് കുറച്ചിട്ട് എടുക്കാം. അപ്പം മണ്ണിന് ഏതാണോ ആവശ്യം അതനുസരിച്ച് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സാമ്പിൾസ് ഓഫ് മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? സ്യൂഡോമോണാസ് ആൻഡ് അസോസ്പൈറില്ലം. ഇനി എന്താണ് ഈ മൈക്രോബിയൽ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ജീവാണുവളം? അതിൻ്റെ ഡെഫിനിഷനാണ് താഴെ കൊടുത്തിട്ടുള്ളത്. മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് മീൻസ് ആണ് കേട്ടോ. മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് മീൻസ് മൈക്രോബ്സ് ആർ യൂസ്ഡ് ആസ് ഫെർട്ടിലൈസറായിട്ട്, അതായത് വളമായിട്ട് എന്തിനു ഉപയോഗിക്കുന്നു? മൈക്രോബ്സിനെ യൂസ് ചെയ്യുന്നു. മൈക്രോബ്സ് അല്ലെങ്കിൽ സൂക്ഷ്മജീവികൾ ഉപയോഗപ്പെടുത്തി നമ്മൾ
ഫെർട്ടിലൈസേഴ്സിനെ ഉണ്ടാക്കുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത്, മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്. ബാക്കി അടുത്ത ക്ലാസ്സിലെടുക്കാം കേട്ടോ.